നമസ്കാരം. സിറിയയിലും ഇറാഖിലും ഇറാൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്കെതിരെ ആക്രമണം ശക്തമാക്കാൻ അമേരിക്ക തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം 3 അമേരിക്കൻ സൈനികർ ഇത്തരത്തിലുള്ള സംഘടനകൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ഇത് സംബന്ധിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ പൂർണ്ണമായ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഈ ആക്രമണങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കും എന്ന് തന്നെയാണ് പ്രാഥമിക സൂചന. ഇറാനാകട്ടെ കഴിഞ്ഞ ദിവസം നടന്ന ഡ്രോൺ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം അമേരിക്ക ഇത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. കാരണം നേരത്തെ പല സ്ഥലങ്ങളിലും ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ കണ്ടെടുത്ത അതേ ഡ്രോണുകൾ തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ സൈനികരെ വധിക്കുന്നതിനും ഉപയോഗിച്ചത് എന്നാണ് അമേരിക്കയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇറാനെ ഇക്കാര്യത്തിലൊരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് അമേരിക്ക ഒരുങ്ങുന്നത്. ഇറാഖിലും സിറിയയിലുമെല്ലാമായി പ്രവർത്തിക്കുന്ന വിവിധ തീവ്രവാദ സംഘടനകൾക്ക് പണം നൽകുന്നതും ആയുധം നൽകുന്നതും അവർക്ക് പരിശീലനം നൽകുന്നതും എല്ലാം തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡുകളാണ് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ പിന്തുണയുള്ള തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് ഉടനടി അമേരിക്കൻ സൈന്യം തിരിച്ചടി നൽകാത്തത് എന്ന ചോദ്യത്തിന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞത് ഞങ്ങൾ ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യും എന്നാണ്. അതിനെ തുടർന്നാണ് വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടക്കുകയും ഇവർക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ അമേരിക്ക തീരുമാനിക്കുകയും ചെയ്തത്. അതിനിടെ പ്രസിഡന്റ് ജോ ബൈഡന് മേൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് ശക്തമായ സമ്മർദ്ദമുയരുകയാണ് ഇറാനെ ആക്രമിക്കുന്നതിനായി. ഇറാനാണ് ലോകത്തെ പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകൾക്കെല്ലാം തന്നെ പണം നൽകുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇറാനാണ് ലോകത്തെ പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകൾക്കെല്ലാം തന്നെ ധനസഹായം നൽകുന്നത് അല്ലെങ്കിൽ ആയുധം നൽകുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി പ്രസിഡന്റ് ജോ ബൈഡന് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നത്. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഹമാസ് തീവ്രവാദികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതി മുതലും ഹിസ്ബുള്ളയും എല്ലാം നടത്തുന്ന ആക്രമണങ്ങളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇറാനാണെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇറാനിൽ തന്നെ ആക്രമണം നടത്തേണ്ട ആവശ്യകത ഉണ്ട് എന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാക്കൾ വ്യക്തമാക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യങ്ങളിൽ അങ്ങനെ മറ്റൊരു രാജ്യത്തേക്ക് കടന്നു ചെന്ന് ആക്രമിക്കാൻ അമേരിക്ക തയ്യാറാകുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. പ്രധാനമായും കാലാവസ്ഥയും ഒരു ഘടകമാണ്. അനുകൂല കാലാവസ്ഥയാണെങ്കിൽ ഒരുപക്ഷെ ഇറാനിലേക്ക് കടന്നു ചെല്ലാനും അമേരിക്കൻ സൈന്യം മടിക്കുകയില്ല. അപ്പോൾ ഏതായാലും ഇറാനിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഇത്തരം തീവ്രവാദ സംഘടനകളെ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ തന്നെയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട്.